ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചാളക്കറിയാണ് ഉണ്ടാക്കിയേക്കണേ കേട്ടോ. ചാള മുളകിട്ടത്. ഞങ്ങൾ എറണാകുളംകാർ ചാള എന്നാണ് പറയുന്നത് കേട്ടോ. ചിലർ മത്തി എന്നൊക്കെ പറയും, പക്ഷേ ഞങ്ങൾ ചാള എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഉപ്പും നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഞെരടി, കല്ലുപ്പാണ് ഒന്നുകൂടി നല്ലത്, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ 3-4 ചാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നെടുകെ ഒന്ന് പിളർന്നിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഉപ്പും പുളിയൊക്കെ പിടിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്താണെന്ന് നോക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്. ഇത് ചതച്ചെടുക്കണം. ശരിക്കും ചതച്ചാണ് ഇത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരപ്പങ്ങ് നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് അത് വറുത്ത് കിട്ടും. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇത്തിരി താമസം വേണം, കാരണം വറുത്ത് കിട്ടണ്ടേ ഉള്ളി. അത് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ 1 ടീസ്പൂൺ മറ്റേ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ 2 കഷ്ണം ഞാൻ ചെറിയ തരത്തിൽ ഈ കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. വിനാഗിരി കൂടുതൽ ഒഴിച്ചാൽ ഒരു ചുവ വരില്ലേ. അപ്പോൾ ചെറുതായി ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഈ മീനൊക്കെ അങ്ങ് പറക്കിയിട്ടിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. കാരണം സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. എന്നിട്ട് അടച്ച് ഒരു 7-8 മിനിറ്റ് വേവിച്ച ശേഷം തുറക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി ആട്ടോ. ഈ അടപ്പങ്ങ് തുറക്കുമ്പോഴത്തേക്കും ഭയങ്കര വാസന ഇതിൻ്റെ. ഈ ചാളയുടെ മണമേ ഉണ്ടാവില്ല. നല്ല അടിപൊളി കറിയാട്ടോ. ചാള മുളകിട്ട് വെച്ചത്. വേറെ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, വേറെ മസാല ഒന്നും ചേർത്തിട്ടില്ല. നല്ലൊരു മീൻ കറിയാണ്. അപ്പോൾ അതിനെ ചാള കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. വേറെ അരപ്പൊന്നുമില്ലല്ലോ. ഈ ചിലപ്പോൾ ചൂടോടെ കഴിക്കാനും നല്ലതാണ്. പിന്നെ കുറച്ച് ആറി ഇത് പിറ്റേ ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നല്ല അടിപൊളി ചാള മുളകിട്ടതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.